ഇന്നൊരു സർപ്രൈസ് വിസിറ്റിന് പോണതാട്ടോ. എങ്ങോട്ടാണെന്നല്ലേ? ഒന്ന് മോളുടെ സ്കൂൾ വരെ പോകണം. അവൾക്കിന്ന് പ്രോഗ്രാം ഡേ ആണ്. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളിന്ന് വരുന്നില്ലെന്നും പറഞ്ഞിട്ടാണ് വിട്ടെ. പക്ഷെ അത് കേട്ടപ്പോൾ അവൾക്ക് ഇത്തിരി വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആ വിഷമം ഒന്ന് തീർക്കാമെന്ന് കരുതി. ദേ കണ്ടോ, ഞങ്ങളെ കണ്ട പാടുള്ള സന്തോഷം കണ്ടോ. ഞങ്ങളെത്തുമ്പോഴത്തേക്കും പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അവളുടെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മലയാളം സ്റ്റോറി ടെല്ലിങ്ങിനായിരുന്നു അവൾ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഹാളിൽ വെച്ചിട്ട് 3rd and 4th കോമ്പറ്റീഷൻ ആയിരുന്നു. അങ്ങനെ അവളുടെ ഊഴം ആയിട്ടോ. സാധാരണ ഞാൻ അവളുടെ ഇങ്ങനെയുള്ള സ്റ്റേജ് പ്രോഗ്രാമിന് വരാറില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ആ സ്റ്റേജിന് മുമ്പിലുണ്ടെന്നുണ്ടെങ്കിൽ അവളുടെ ഫോക്കസ് മുഴുവൻ എന്നിലേക്കായിരിക്കും. അങ്ങനെ അവൾ സംസാരിച്ച് തുടങ്ങി. ഞാൻ അവൾ കാണാതെ വീഡിയോസ് എടുക്കാനും തുടങ്ങി കേട്ടോ. ആൾ നല്ല രീതിയിലൊന്ന് സംസാരിച്ച് വരുന്നതായിരുന്നു. പക്ഷേ എവിടെയോ വെച്ച് എന്നെ ഒന്ന് കണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പോൾ ആളൊന്ന് ഇടറിയിട്ടുണ്ട്. എങ്കിലും മോശമില്ലാതെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ റിസൾട്ട് നമുക്ക് പിന്നീട് അറിയാം കേട്ടോ. കാരണം ഈ ഒരു റിസൾട്ട് ഇന്ന് തന്നെ അനൗൺസ് ചെയ്യില്ല. കുറച്ച് ഡേയ്സ് കഴിയുമ്പോഴാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് വരുള്ളൂ. മലയാളം സ്റ്റോറി ടെല്ലിംഗ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി പാർട്ടിസിപ്പൻസും ഉണ്ടായിരുന്നു കേട്ടോ. കഥ പറഞ്ഞു കഴിയലും ആൾ എൻ്റെ അരികിലേക്ക് ഓടിയെത്തി കേട്ടോ. അതിനിടയിൽ ദാഹിച്ചപ്പോൾ ഞങ്ങളൊന്ന് വെള്ളം കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഈ വികൃതിയെ കണ്ടത്. ഇത് വേറെ ആരുമല്ല, എൻ്റെ ചേച്ചിയുടെ മോൻ തന്നെയാണ്. കൂടെ അവൻ്റെ കുറച്ച് വികൃതി തരങ്ങളും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. വേറൊന്നിനുമല്ല, അവൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കുറച്ച് സമയം ഞങ്ങൾ പ്രോഗ്രാമൊക്കെ ഒന്ന് കണ്ടു. എന്നിട്ട് ഉച്ചയോട് കൂടിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ. കൂടെ അവളെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. ടീച്ചറുടെ സമ്മതത്തോട് കൂടിയിട്ട് അവളെയും കൂട്ടിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി.